തന്നെയായിരുന്നു അതിലെ മെയിൻ ക്യാരക്ടർ. ഇതുപോലെ അമല എന്നുള്ള പേരിൽ തന്നെയായിരുന്നു. ഇവനും ഉറപ്പായിട്ടുമുണ്ട്, അങ്ങനെയല്ല, ഇവനാണ് ആക്ച്വലി കൂടുതലുള്ളത്. പക്ഷെ ഉറപ്പായിട്ടും അത് ആ പേരിൽ തന്നെയായിരുന്നു. അല്ല പിന്നീട് ഇപ്പം ഞാൻ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് അങ്ങനെ ആക്കിയതല്ല. ആനന്ദം കഴിഞ്ഞിട്ടാണ്, ആനന്ദം വിമാനവും ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഈ സിനിമ വരുന്നത്. ആ സമയത്തൊന്നും എനിക്ക് തീരെ അറിയില്ല അഭിനയത്തെ പറ്റിയോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണത് മികച്ചതാക്കേണ്ടത് എന്നതിനെ പറ്റി വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പിടിയില്ല. പക്ഷേ ഇത് എനിക്കൊന്ന് അമല ചെയ്തതിന് ശേഷമാണ് ഇല്ല നമുക്ക് അഭിനയിക്കാൻ അറിയാം, കുറച്ചെങ്കിലും അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് തോന്നിയത്. ഞാൻ എൻ്റെ പടങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ വേറെ ചുള്ളിക മനസ്സിലെടുത്താൽ തന്നെ അറിയാം, ഞാൻ അത്രയും ജെനുവിനായിട്ട് അത്രയും സമയമെടുത്ത് എൻ്റെ ബാക്കി എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അമലയുടെ കഥാപാത്രം എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്പെഷ്യൽ കഥാപാത്രം തന്നെയാണ് അമല. കാര്യം ഞാൻ ഇതുവരെ സിനിമയിൽ ചെയ്യാത്തൊരു കഥാപാത്രം തന്നെയാണ് അമല. കുറേ അധികം ഈ നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടെങ്കിലും നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലത്തെ ഒരു മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഒരു സൈക്കോ സീരിയസ് കില്ലർ മൂവി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പക്ഷെ അതിനപ്പുറം വേറെ തരത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് കഥ മൊത്തത്തിൽ. അങ്കമാലിയൊക്കെ അങ്കമാലി കഴിഞ്ഞു എനിക്ക് വെളിപാടിന്റെ പുസ്തകമൊക്കെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഇതിന്റെ ഷൂട്ടിങ്ങിന് എത്തുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് തുടക്കം എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെയാണ് ഇത്ര ഡിലേ വന്നത്. ഇപ്പൊ പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ ക്രൂ അത്യാവശ്യം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു സിനിമയുടെ. അമല വന്ന് കാണുക, അമല ഒരു സിനിമയിലപ്പം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതാണ് അമലയുടെ പ്രത്യേകത. ശരിക്കും എന്താണ് അമല, അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു പേര് ഈ സിനിമ? അമല എന്ന് പറയുന്നത് സത്യത്തിലൊരു ചേസ് ഓഫ് ഗേൾസിനെയാണ് അമല സൂചിപ്പിക്കുന്നത്. അതെന്താന്നുള്ളത് അത് ഒരു സീക്രട്ടാണ്, അത് മൂവി കണ്ടാലും മനസ്സിലാവുള്ളൂ. അമലേനെ ഡിപ്പെൻഡ് ചെയ്താണ് മൂവി പോകുന്നത്, പക്ഷെ അമലയാണ് അവസാനിക്കുന്നത്. അപ്പൊ എന്താണെന്ന് മൂവി കണ്ടു കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് റിവീൽ ആവുള്ളൂ എന്താണ് അമല എന്നുള്ളത്.